അമേരിക്ക വ്യാപാര കരാറിന്റെ നിയമവശങ്ങൾ വിലയിരുത്താൻ ഇരു രാജ്യങ്ങളെയും ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ തുടങ്ങും. മാർച്ചിൽ തന്നെ കരാറിൽ ഒപ്പുവെക്കുമെന്നും കേന്ദ്രം വിശദീകരിച്ചു. അമേരിക്കയിലാണ് 3 ദിവസത്തെ യോഗം ചേരുന്നത്. അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടൻ, ഒമാൻ എന്നീ രാജ്യങ്ങളുമായുള്ള കരാറുകളും ഏപ്രിൽ നിലവിൽ വരുമെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. അമേരിക്കയിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നീക്കങ്ങൾ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്. പ്രതികാര നടപടിയുടെ ഭാഗമായി വിവിധ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ചുമത്തിയ താരിഫുകൾ സുപ്രീം കോടതി റദ്ദാക്കി. ട്രംപ് തന്റെ അധികാര പരിധി ലംഘിച്ചുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയായിരുന്നു. ദേശീയ അടിയന്തരാവസ്ഥയിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള നിയമത്തിന് കീഴിലാണ് ട്രംപ് താരിഫുകൾ ചുമത്തിയതെന്ന് വിധിയിൽ വ്യക്തമാണ്. അതിനിടെ പകരച്ചുങ്കം റദ്ദാക്കിയ US സുപ്രീം കോടതി വിധിക്കെതിരെ ആഞ്ഞടിച്ച് ട്രംപ് രംഗത്തെത്തി. വിധി നിരാശാജനകമാണെന്നും ബദൽ നിയമങ്ങൾ ഉപയോഗിച്ച് ഇറക്കുമതി തീരുവകൾ പുനഃസ്ഥാപിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. താരിഫിനെതിരെ വിധി പ്രസ്താവിച്ച ജഡ്ജിമാർക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ജഡ്ജിമാർ ഭരണഘടനയോട് അനുസരണയില്ലാത്തവരും രാഷ്ട്രീയ കളിപ്പാവകളും ദേശസ്നേഹമില്ലാത്തവരുമെന്ന് ട്രംപ് വിമർശിച്ചു. ചില വിദേശ താല്പര്യങ്ങൾ വരെ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്നും ഗുരുതര ആരോപണമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീരുവകൾ ചുമത്താൻ തനിക്ക് പരമാധികാരമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പിന്നാലെ 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% അധികം തീരുവ ചുമത്തി. ഇതോടെ ഇന്ത്യക്ക് മേലുള്ള താരിഫ് 18%. കോടതി വിധിക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം. അതേസമയം പരസ്പര തീരുവ 25-ൽ നിന്ന് 18% കുറച്ചെന്ന് പകരമായി ഇന്ത്യ നേരിട്ടോ അല്ലാതെയോ റഷ്യൻ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുമെന്ന് ഉറപ്പു നൽകിയതായി അമേരിക്ക അവകാശപ്പെട്ടു. അങ്ങനെ ഒരു തീരുമാനമില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയില്ലെങ്കിലും റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ വലിയ കുറവുണ്ടായി. അതിന്റെ മെച്ചം പ്രധാനമായും സൗദി അറേബ്യയ്ക്കും വെനിസ്വലയ്ക്കും അമേരിക്കയ്ക്കുമാണ്. ഇന്ത്യ കൂടിയ വിലയ്ക്ക് അവരിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുമ്പോൾ ഇന്ത്യയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സൗജന്യ നിരക്കിൽ റഷ്യ എണ്ണ ചൈന വാങ്ങിക്കൂട്ടുകയാണ്. ഡിസംബറിൽ ചൈനയുടെ റഷ്യ എണ്ണ ഇറക്കുമതി 15% കൂടിയതായി റിപ്പോർട്ടുണ്ട്. ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നു. റഷ്യൻ ക്രൂഡിന്റെ വില ബ്രെന്റൻ ക്രൂഡിനേക്കാൾ 20% കുറവായിരുന്നു. ബാരലിന് $5 വെച്ച് ഇന്ത്യ അധികം കൊടുക്കുകയാണെങ്കിൽ പോലും ചെലവിലെ വാർഷിക വർധനവ് ഏകദേശം $10 മില്യൺ കൂടും. അധിക ചെലവ് ഉപഭോക്താക്കൾ, പെട്രോളിയം ശുദ്ധീകരണ കമ്പനികൾ വഹിക്കേണ്ടി വരും. തീരുവകളെ വിദേശ നയം നടത്താനുള്ള ഉപകരണമായി പ്രയോഗിക്കാനുള്ള ട്രംപിന്റെ കഴിവിനെ സുപ്രീം കോടതി വിധി പരിമിതപ്പെടുത്തുന്നുണ്ട്. അതേസമയം മൂന്നാം രാജ്യങ്ങൾ ഇറാനിൽ എണ്ണ വാങ്ങുന്നതിനെതിരെ തീരുവകളെ ബാധിക്കുന്നില്ല. ഇറാൻ നയം പ്രധാനമായും ഉപരോധങ്ങളെയും കയറ്റുമതി നിയന്ത്രണങ്ങളെയും മറ്റും ആശ്രയിച്ചാണ്. ഇറാനിയൻ എണ്ണയുടെ 90% വാങ്ങുന്നത് ചൈനയാണ്. ആയതിനാൽ ഇറാൻ US സംഘർഷപാതയിൽ വലിയ വ്യതിയാനമുണ്ടാവില്ല. പരമാവധി സമ്മർദ്ദം തുടരും. ചൈനയ്ക്ക് കോടതി വിധി സമ്മിശ്ര ഫലമാണ് പ്രഖ്യാപനം ചെയ്യുന്നത്. റഷ്യൻ ക്രൂഡ് ഓയിൽ അധികം കിട്ടുന്നുണ്ടെങ്കിലും 10% ആഗോള തീരുവ നേരിടണം. ചൈനയുടെ കയറ്റുമതി ഇപ്പോൾ തന്നെ 301-ാം വകുപ്പ് പ്രകാരമുള്ള അന്വേഷണം നേരിടുകയാണ്. അവർ ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിലെ പ്രധാന ലക്ഷ്യമായി തുടരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോകത്തെ പ്രമുഖ രാജ്യങ്ങളോട് മികച്ച ബന്ധമുള്ള പ്രധാന രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. മോസ്കോയെ അകറ്റാതെ തന്നെ റഷ്യൻ എണ്ണയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറായി. തർക്കങ്ങൾക്കിടെ തന്നെ US-ഉമായുള്ള പ്രതിരോധ ശാസ്ത്രീയ സാങ്കേതിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി. ചൈനയെ ഒതുക്കാനുണ്ടാക്കിയ ക്വാഡിലും ചൈന പങ്കാളിയായ ബ്രിക്സിലും ഒരേ സമയം പ്രധാന പങ്കുവഹിക്കാൻ ഇന്ത്യക്കാവുന്നു. റഷ്യൻ യുക്രൈൻ സംസാരിക്കാൻ പറ്റുന്ന പ്രധാന രാജ്യവും ഇന്ത്യയാണ്. തന്ത്രപരമായ സ്വതന്ത്രമായ തീരുമാനം എടുക്കാൻ കഴിയുന്ന ലോകത്തിലെ അപൂർവ രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. ആ പ്രതിച്ഛായയ്ക്ക് നേരിയ ഇടിവ് സംഭവിക്കുന്നതായി റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചെന്ന് അമേരിക്ക അവകാശവാദം.